96.8 കോടി വോട്ടർമാരാണ് ആകെ വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. വലിയ സംഖ്യയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയാവുന്ന തരത്തിൽ നമ്മൾ അതിൽ മുന്നിൽ നിൽക്കുകയാണ്. പുരുഷന്മാരുടെ എണ്ണം അതിൽ 49.7 കോടിയാണ്. 50 കോടിക്ക് ഏതാനും വാര അകലെ നിൽക്കുന്നു. സ്ത്രീകൾ കൂടുതലായി ഇത്തവണ വോട്ടർ പട്ടികയിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. 47.1 കോടിയാണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം. വിവിധ വിഭാഗങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് 48,000 വോട്ടർ പട്ടികയിൽ ഉള്ളത്. 85 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇക്കുറി വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. 82 ലക്ഷമാണ് 85 വയസ്സ് അതിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത്. അത്രയും മുതിർന്ന വോട്ടർമാർ വോട്ട് ചെയ്യാൻ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. യുവ വോട്ടർമാരുടെ താല്പര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ്. യുവ വോട്ടർമാരുടെ എണ്ണം 19.74 കോടിയാണ്. ആദ്യ യുവ വോട്ടർമാർ എന്ന് പറയുമ്പോൾ യുവാക്കൾ എന്ന് പറയുന്നത് 50 വയസ്സ് വരെയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. 20-നും 30-നും ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് ഞാൻ യുവ വോട്ടർമാർ എന്ന് പറഞ്ഞത്. അത് 19.74 കോടിയാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർ എന്ന് പറയുന്നത് കന്നി വോട്ട്, ഫസ്റ്റ് വോട്ട് കാസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 1.8 കോടിയാണ്. ഭിന്നശേഷി വോട്ടർമാർ 88.4 ലക്ഷമാണ്. അപ്പോൾ വോട്ടർമാരുടെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള കൃത്യമായ സ്പെസിഫിക്കേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇത്തരത്തിൽ പുരുഷ സ്ത്രീ അനുപാതം അതെങ്ങനെയാണ് ഈ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കുക എന്നത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ 12 സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീകൾ മാറി ചിന്തിക്കുന്നതനുസരിച്ച് ജനവിധി മാറി മറിയുന്നത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കാണുന്നുണ്ട്. പല സീറ്റുകളിലും ഇക്കുറിയും സ്ത്രീ വോട്ടർമാരുടെ ഒരു ഡിസിഷൻ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോവുകയാണ്. 12 സംസ്ഥാനങ്ങളിലാണ് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ളത്. 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാമെന്ന സവിശേഷതയും ഇക്കുറിയുണ്ട്. ഇനി അറിയേണ്ടത് എത്ര പോളിംഗ് സ്റ്റേഷനുകൾ, ഇത്രയും വോട്ടർമാരെ ഉൾക്കൊള്ളുന്നതിനായി എത്ര പോളിംഗ് സ്റ്റേഷനുകളാണ്, ബൂത്തുകളാണ് തയ്യാറായിരിക്കുന്നത്. 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ഇക്കുറി തയ്യാറാകുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥരെയും വിന്യസിക്കുന്നതിനായിട്ടുള്ള കൃത്യമായ കണക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരാണ് 2024 ഈ വോട്ടുത്സവം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥർ. ആകെ എത്ര ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ഇക്കുറി ഉപയോഗിക്കുന്നത് എന്ന് കൂടി നോക്കാം. EVM-കൾ 55 ലക്ഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി നിരീക്ഷകരായും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിക്കുന്നതിനും അങ്ങനെ എല്ലാമായി ഈ തെരഞ്ഞെടുപ്പിനായി ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം 4 ലക്ഷമാണ്. ഇത്രയധികം വലിയ ഒരു ചെലവുള്ള ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഉത്സവമായി മാറുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം. അതിൽ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം 12 സംസ്ഥാനങ്ങളിലാണ്. മാഡം നേരത്തെ എനിക്ക് ചിരി വന്നത് യുവാക്കൾ 30 അല്ലേ, 30ന്റെ കാര്യം. 20-നും 30-നും ഇടയിലാണ് സർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യുവാവായി കാണുന്നത്. അതെ, 1.80 ലക്ഷം അല്ലേ, ഏതാണ്ട് 2 കോടിക്കടുത്ത് പിന്നെ പുതിയ വോട്ടർമാരുണ്ടാവുന്നു. വോട്ടർമാരിലും സ്ത്രീകളല്ലേ, വനിതകൾ കൂടുതലാണ്. അത് മാത്രമല്ല ഈ യുവാക്കളുടെ പ്രാതിനിധ്യം ഏതാണ്ട് 5-1 കേട്ടോ. 96 കോടി വോട്ടർമാരാണ് നമുക്കുള്ളത് അല്ലേ. 96.8 കോടി വോട്ടർമാരാണുള്ളത്. അതിന്റെ 5-1 യുവ വിഭാഗമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 50 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് പകുതിയിലധികമാകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെ, നിശ്ചയമായും. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ 2024. കാരണം നമ്മളുടെ സൊസൈറ്റി, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ പൊളിറ്റിക്കലി വോളട്ടൈലായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രബുദ്ധമാണ്. അപ്പോൾ പല തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഇപ്രാവശ്യം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടേൺ ഔട്ട് ഉണ്ടാവും. അവിടെ നേരത്തെ സുജയ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഈ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പം അത് വളരെ പ്രധാനമായിട്ട് വരുന്നു അല്ലേ, വളരെ പ്രധാനമായിട്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ആ വിഭാഗത്തെ വലിയ സ്വാധീനം. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വളരെ നന്നായി. കർണാടകയിൽ 2 കാര്യങ്ങളാണ് പ്രവർത്തിച്ചത്. ഒന്ന്, കർണാടകയിൽ ഈ പറയുന്ന ഒരുപാട് ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യമായ ബസ് യാത്ര, അവർക്ക് പിന്നെ മാസത്തിലൊരു വരുമാനം, ഗ്യാസ്, അതുപോലെ അതേസമയം തന്നെ ഈ സ്ത്രീകൾ അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയാണ് അവർ. നമ്മളെന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഈ ഗ്യാസിന്റെ വിലയൊക്കെ വലിയ പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പോൾ 100 രൂപ കുറച്ചിട്ടുണ്ട്. 100 രൂപ കുറയ്ക്കുന്നത് അതാണ്, ഇലക്ഷന് തൊട്ട് മുന്നേ കുറയ്ക്കുന്നു എന്നുള്ളത് എത്രത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വളരെ
ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024 നടക്കാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പോളിംഗ് പെർസെൻറ്റേജ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൽ എസ്പെഷ്യലി സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കൂടുന്നതായിട്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വോട്ട്, അത് മാത്രമല്ല അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ച് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടിയുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ ആങ്ങള പറഞ്ഞു, ആ രീതിയിലാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ സ്ത്രീകൾ സ്വയം തീരുമാനമെടുത്ത് പോയി വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് സ്ത്രീകളുടെ ക്യൂ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഒരു സ്വയം നിർണയാവകാശം എന്ന രീതിയിലേക്ക് സ്ത്രീ വോട്ടർമാർ എത്തുന്നു എന്നുള്ളത് ഒരു പ്രോഗ്രസീവായ ചേഞ്ച് തന്നെയാണ്. കാരണം വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്ന ആളുകൾ കൂടുതലായി കേരളത്തിലും കൂടുതലായി സ്ത്രീ വോട്ടർമാരെ നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ കേരളത്തിൽ പക്ഷേ സ്ത്രീ വോട്ടർമാർ അങ്ങനെ വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നത് നേരത്തെയില്ല. ഇന്ത്യൻ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല വീടുകളിലും വോട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ചർച്ചയൊക്കെ ഉണ്ട്, വളരെ രൂക്ഷമായ ചർച്ചയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്തു, ഇന്നയാൾക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്തു. ചിലർ പറയുമല്ലോ വ്യക്തിപരമായി എനിക്കിഷ്ടം കുറച്ചുകൂടി ഇയാളെയാണ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടല്ല വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മമാർ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.